അപ്പോൾ ട്രംപിന്റെ നിലവിലുള്ള നടപടികളിൽ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്നും യുദ്ധം തുടരുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് അത് തുടരും എന്ന രീതിയിലാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഒന്ന്, കഴിഞ്ഞ 2 ദിവസമായി ഈ സമാധാന ചർച്ചകളിലെ ഏകദേശം ഒരു ചട്ടക്കൂടിലേക്ക് എത്തി എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ട്രംപ് 2 പ്രാവശ്യമായിട്ട് ഇറാന്റെ സ്പീഡ് ബോട്ടുകളെയും ഡ്രോണുകളെയും മിസൈൽ സൗകര്യങ്ങളെയും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ വലിയ താല്പര്യമില്ല, കുറച്ച് ആളും കൂടെ പോയാലും പ്രശ്നമില്ല എന്നുള്ളത് സന്ദേശം കൊടുക്കുന്നു. അത് ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് ഇസ്രായേൽ ലെബനോനിൽ അക്രമങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും സംയുക്തമായിട്ട് ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇവർ സംയുക്തമായി ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തി സമാധാന കരാറുകളിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വ്യവസ്ഥകളോ സാഹചര്യമോ സൃഷ്ടിക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമമായി നമുക്കിതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. സമാധാന ചർച്ചകളിൽ ഇപ്പോൾ പ്രധാനമായി വഴിമുട്ടി നിൽക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറാന്റെ ആണവ പദ്ധതിയെ സംബന്ധിച്ച് ഒരു ധാരണയിലെത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏതെങ്കിലും ഒരു 3ാം രാജ്യത്ത് അത് അമേരിക്കയിലേക്ക് കൊണ്ടുവരണമെന്നാണ് അമേരിക്കയുടെ ആഗ്രഹം. അങ്ങനെ ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും മരവിപ്പിക്കണം എന്നതാണ് ഒരു വ്യവസ്ഥ. അതിനോട് ഇറാൻ ഒരു ഘട്ടത്തിൽ യോജിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സമാധാന ചർച്ചകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി വന്നത് ഏകദേശം $24 ബില്യൺ. അപ്പം 24 അല്ല 24, അപ്പൊ അത് വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും മരവിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇറാന് വിട്ടുകൊടുക്കണം എന്നുള്ളൊരു വ്യവസ്ഥ ഇറാൻ കടുംപിടുത്തം നടത്തുന്നു എന്നാണ് നമുക്ക് ചില വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവരുടെ ഫ്രോസൺ എമൗണ്ട് കൊടുത്താൽ മാത്രമേ ചർച്ചയിലേക്ക് പോകുകയുള്ളൂ. അതിനോട് ബന്ധപ്പെടുത്തിയാണ് ഹോർമൂസ് കടലിടുക്കിൽ വരുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ ഇറാൻ പിൻവലിക്കുന്ന കാര്യത്തിലും അമേരിക്ക സമുദ്ര കപ്പൽ വ്യാപാരത്തിന് ഇറാന്റെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിലും ധാരണയിൽ എത്തുകയുള്ളൂ എന്നുള്ള വ്യാഖ്യാനങ്ങളും അവലോകനങ്ങളുമാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു കരാറിലേക്ക് എത്താൻ തക്ക രീതിയിലുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഈ വ്യവസ്ഥകളിൽ, ഈ കടുംപിടുത്തങ്ങളിൽ തട്ടി അതൊന്നും മുന്നോട്ട് പോകാതിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കപ്പൽ വ്യാപാരത്തിന് ഇറാന്റെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ വളരെ ഫലപ്രദമായിരിക്കുന്നു എന്ന് അവർക്കൊരു അവലോകനമുണ്ട്. കാരണം ഇറാന്റെ സാധനങ്ങളൊന്നും പുറത്തേക്ക് കൊണ്ടുവരാനോ പുറമേ നിന്നുള്ളത് അകത്തേക്ക് കൊണ്ടുവരാനോ കഴിയാത്ത ഘട്ടത്തിൽ ഇറാൻ എത്ര കാലം സാമ്പത്തികമായും ദൈനംദിന ജീവിതത്തിലെ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിൽ എത്രമാത്രം മുന്നോട്ട് പോകുവാൻ കഴിയും എന്നതിൽ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ടായിരിക്കാം അമേരിക്ക തൽക്കാലം ഞാൻ ഒരു വലിയ ധൃതി പിടിച്ചൊരു ഉടമ്പടിയിലേക്ക് പോകുന്നില്ല, സാവകാശം ഇറാനെ മുട്ടുകുത്തിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അനുകൂലമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു കരാറിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള രീതിയിൽ ട്രംപ് പെരുമാറുന്നത്. രണ്ടായിരുന്നാലും ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ യുദ്ധം തൽക്കാലം തുടരുവാനാണ് സാധ്യത. ഇപ്പോൾ അമേരിക്ക ചെറിയ രീതിയിൽ മാത്രമേ ആക്രമണം നടത്തിയിട്ടുള്ളൂ. ഇറാൻ അതിനോട് ശക്തമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പ്രതികരണമായിട്ട് അക്രമങ്ങളൊന്നും തന്നെ ഇറാൻ നടത്തിയിട്ടില്ല. ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ അക്രമങ്ങൾക്ക് പ്രതികാരമായിട്ട്, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നത് എപ്രകാരമാണ്, അത് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചിട്ടായിരിക്കും, അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങളെയും സൈനിക ക്യാമ്പുകളെ ആക്രമിച്ചിട്ടായിരിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് തീർച്ചയില്ല. അതും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ യുദ്ധത്തിന്റെ ഗതി എന്താകും, താൽക്കാലികമായിട്ടെങ്കിലും എന്താകുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുള്ളൂ. എന്നിരുന്നാലും ഈ സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോഴും ഇവർ രണ്ടുപേരും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ പലപ്പോഴും വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകൾ സങ്കീർണമായി ആരെങ്കിലും ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ തോതിൽ അറ്റാക്ക് ഉണ്ടാകുകയും അതിനോട് മറുകക്ഷി ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. അതായത് കാര്യങ്ങൾ കൈവിട്ടു പോകുവാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ഈ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഒരു സമാധാന കരാറിലേക്ക് പോകുവാനുള്ള സാധ്യതയും ഒരേപോലെ നിലനിൽക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം. രണ്ടായിരുന്നാലും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വിചാരിച്ചിരുന്നത് ഒരു കരാറിനോട് അടുത്തു എന്നുള്ള പ്രസ്താവന ഇറാന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു, അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു. പക്ഷേ അത് അത്ര എളുപ്പമല്ല, സങ്കീർണമാണ്, വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങൾ ഇപ്പോഴും ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.